ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് അവധിക്കാലത്ത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലത്താണ്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ? കൂട്ടുകാരെ, നിങ്ങൾ കുതിര സവാരി പോയിട്ടുണ്ടോ? ഇവളുടെ പേരാണ് ആമി. ഇവൾ 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലേ ഞാനൊരു സവാരി പോയിട്ട് വരാം. ഹായ്, സൂപ്പറാണ്, അടിപൊളി. ഹലോ ഗായ്സ്, നിങ്ങൾ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ? എന്നാലേ എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് ഒട്ടകം. വനഭൂമിയിലെ കപ്പൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് മറക്കൂലല്ലോ. ഇത് കണ്ടാ കൂട്ടുകാരെ, ഇവനുമായി നല്ല കൂട്ടായി. ഇതാണ് കൂട്ടുകാരെ ചെമ്മണിയാട്. നമ്മൾ തണുപ്പത്ത് പോകുമ്പോൾ കമ്പിളിപ്പുതപ്പൊക്കെ എടുത്തില്ലേ, അത് ഇവൻ്റെ രോമത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ കഴുതക്കുട്ടനും വലിയ 2 കാളകളും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാലേ ഐസ്ക്രീം, കോഫി ഷോപ്പ് എല്ലാം ഉണ്ട്. നിങ്ങൾ ഒട്ടകപക്ഷി കണ്ടിട്ടുണ്ടോ? അത് ഇവിടെ ഉണ്ട്. നിങ്ങൾ എമുവിനെ കണ്ടിട്ടുണ്ടോ? അതും ഇവിടെ ഉണ്ട്. ഇത് കണ്ട കൂട്ടുകാരെ, ഇവന്റെ പേരാണ് മൈസ്. പിന്നീട് പലതരം ജീവികൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. എല്ലാത്തിനും വിശാലമായ കൂടാണ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അഭിനയിച്ചതാണ് ഈ വണ്ടി. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ അറിയാൻ ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പെഡൽ ബോട്ടിങ്, അല്ലാതെ നിരവധി സിനിമകളിൽ ഉപയോഗിച്ച പഴയ കുതിരവണ്ടി, കാളവണ്ടി, പീരങ്കി, കുറേ മൃഗങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ 11 മണി തൊട്ട് രാത്രി 6 മണി വരെ ഫാമുണ്ട്. അല്ലാതെ പാർക്ക് രാത്രി 10 മണി വരെ ഓപ്പണാണ്. കൂടാതെ മ്യൂസിയം, ഐസ്ക്രീം പാർലർ, ഇവിടെ വരുന്നവർക്ക് ചെറിയ ഐസ്ക്രീം മേടിക്കാൻ ഐസ്ക്രീം പാർലറും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടെനി ഹൗസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ ലെങ്സ് വെച്ച് വായിക്കാൻ പറ്റും. യമു പക്ഷിയുടെ മുട്ടയാണ്. ഒരു മുട്ടയ്ക്ക് ഏകദേശം 3500 രൂപ വില വരും. ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. 10 പേർക്കോളം കഴിക്കാൻ പറ്റും. കുപ്പി വിളക്ക്, പിച്ചള മണ്ണെണ്ണ വിളക്ക്. ഇത് ഒറിജിനൽ മുള്ളമ്പന്നിയുടെ മുള്ളാണ് വേണ്ടിയത്. ഇത് ഏറ്റവും ചെറിയ കൂജ. ഇത് യമു പക്ഷിയുടെ മുട്ടയിൽ പൊട്ടിച്ച് കഴിച്ചിട്ട് അതിനകത്ത് പടം വരച്ചുകൊണ്ട് തന്നിരിക്കുന്നതാണ്. ഇതെല്ലാം ഇരിക്കുന്ന ഫുള്ളും അതുപോലെ. അത് ഓരോ ക്യാമറ, പഴയ ഓരോ ക്യാമറയാണ്. അതിലിപ്പുറത്ത് കാണുന്ന അലാവുദ്ദീൻ വിളക്ക്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ലാവക്കല്ല്. പണ്ട് ലാവി ഒരുക്കി തണുക്കുമ്പോൾ കല്ലായി മാറുന്ന കല്ലാണ്. അതിൻ്റെ അടിയിൽ കാണുന്ന ഹാഷ് ട്രേ, പണ്ട് സിഗരറ്റൊക്കെ ഇടുന്ന ട്രേ ആണ്. അത് മറ്റേ എഴുത്തോലയിൽ എഴുതുന്ന നാരായം എന്ന് പറയും. ഇത് പണ്ടത്തെ കുരിശുമണി. ഇത് പകിട, പണ്ട് രാജാക്കന്മാർ കളിച്ചുകൊണ്ടിരുന്ന പകിട 12. അടിയിൽ കാണുന്നതാണ് ഗോലി സോഡ, വട്ട് സോഡ എന്നും പറയും. പണ്ടത്തെ ഓരോ രാജ്യത്തെ കോയിനുള്ള പണ്ടത്തെ 20 രൂപ. പണ്ടത്തെ 20 രൂപ. അങ്ങനെ ഓരോന്നും കണ്ടു വന്നപ്പോ ദേ കിടക്കുന്നു താഴെ ഒരു പെരുമ്പാമ്പ്. ജീവനുള്ളതല്ല, തടി തീർത്തയാണ്. എനിക്കിവിടെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും വരണേ. ഈ സ്ഥലം എവിടാന്ന് അറിയുമോ? പത്തനംതിട്ടയിലെ ഒരു അമ്പലത്തിൻ്റെ അടുത്താണ്. ഫാമിൻ്റെ പേരാണ് നന്ദന ഫാം.